ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോ 21 ദിവസത്തേക്ക് കടക്കുകയാണ്. അതായത് 3 ആഴ്ച കടന്ന് 4-ാം വാരത്തിലേക്ക് സിനിമ കടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ തന്നെ സിനിമ കുതിച്ച് പായുന്ന കാഴ്ച കാണാം. കേരളത്തിൽ നിന്ന് 638ഓളം ഷോകളാണ് ഇന്നലെ ട്രാക്ക് ചെയ്തിരിക്കുന്ന 20-ാം ദിനം. 15,000-ന് മുകളിലുള്ള ആളുകൾ കാണുകയും സിനിമയ്ക്ക് 25 ലക്ഷത്തോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കളക്ഷൻ. അതായത് 45 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെയും കളക്ഷൻ. സ്റ്റഡി കളക്ഷനായി സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 2,15,000-ന് മുകളിലുള്ള ആളുകളാണ് കണ്ടിരിക്കുന്നത്. സിനിമയുടെ ടോട്ടൽ ആയിട്ടുള്ള ഓക്യുപ്പൻസി 47% എന്നുള്ള ഒരു കാര്യം ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനും കഴിയുന്നു. സിനിമ മലയാളത്തിൽ നിന്ന് ഏകദേശം 50 കോടിക്ക് അടുത്തേക്ക് പോകുന്നു. 46-48 കോടിക്കിടയിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത്. തമിഴിൽ മികച്ച ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം 60,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ടാർഗറ്റിലേക്ക് നമ്മൾ കുതിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടാകണം. നിങ്ങൾ വിചാരിച്ചാൽ പെട്ടെന്ന് കൂടി വന്നാൽ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നമുക്കത് എത്താനും കഴിയും. എന്തായാലും തമിഴിൽ 21 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ അതായത് 18-ാം ദിനം സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് 23 ലക്ഷം രൂപയാണെങ്കിൽ ചെറിയ ഒരിടിവാണ്. പക്ഷേ ഒരു വർക്കിംഗ് ഡേ ആണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലുള്ള ഒരു കളക്ഷൻ. തെലുങ്കിൽ 20 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഹിന്ദിയിൽ നിന്ന് 61 ലക്ഷം രൂപ, കഴിഞ്ഞ ദിവസം 82 ലക്ഷം രൂപയായിരുന്നു. ഇതിനോടകം തന്നെ സിനിമ 1,37 ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് സിനിമ തൂക്കിയിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു കളക്ഷനോടെ സിനിമ 110 കോടിയും കടന്ന് 111 കോടിയിലേക്ക് എത്തുകയാണ്. മികച്ച ഒരു ഒക്യുപ്പൻസിയോടുകൂടി തന്നെയാണ് സിനിമ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ബുക്ക് മൈ ഷോയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇന്നും പുഷ്പയെ കടത്തിവിട്ടി തന്നെയാണ് മാർക്കോയുടെ കുതിപ്പ്. ഇന്ന് 16,200-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മൊത്തമായി വിറ്റുപോയത്. ടോട്ടൽ ഇന്ന് 21,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. പുഷ്പയുടെ ഇതേ സമയം 26,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ചില മണിക്കൂറുകളിൽ പുഷ്പയുടെ ടിക്കറ്റ് ബുക്കിങ്ങിനേക്കാൾ കൂടുതലാണ് വരുന്നത്. അതായത് 9 മണി തൊട്ട് 10 മണി വരെ പുഷ്പയ്ക്ക് ലഭിച്ചത് 1,430 ആയിരുന്നുവെങ്കിൽ മാർക്കോയ്ക്ക് ലഭിച്ച 1,680 ടിക്കറ്റുകളുമായിരുന്നു. അങ്ങനെ തുടങ്ങുന്നു. അതിന് മുമ്പോട്ടുള്ള ടൈമുകൾ നോക്കുകയാണെങ്കിലും നമുക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ 4 മണി തൊട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോൾ എല്ലായിടത്തും നമുക്ക് ആ ഒരു രീതിയിലുള്ള കളക്ഷൻ കാണാൻ കഴിയുന്നു. ഒരു മാസം പിന്നിടുന്ന 35-ാം ദിവസം ഓടുന്ന പുഷ്പയും 20-ാം ദിവസം ഓടുന്ന മാർക്കോയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കോയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ബുക്കിംഗ് നടക്കുന്നത്. ഇത് കൂടാതെ മുസാഫ എന്ന ചിത്രമുണ്ട്. അത് വലിയ രീതിയിലുള്ള ഹിറ്റായിരിക്കുന്ന ചിത്രമാണ്. അതിൻ്റെയൊക്കെ മുകളിലാണ് സിനിമയുടെ ഇന്നത്തെയും ടിക്കറ്റ് ബുക്കിംഗ്. എന്തായാലും ഗംഭീരമായിട്ട് സ്റ്റഡി കളക്ഷനോട് തന്നെ സിനിമ പോവുകയാണ്. വലിയ ഒരു ലോങ് റൺ ആണ് സിനിമ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലേക്ക് ഉണ്ണി മുകുന്ദനിൽ നിന്ന് നമ്മൾ 110 കോടിയുടെ പോസ്റ്റർ, ഒരുപക്ഷെ അദ്ദേഹം 125 കോടിയുടെയോ അല്ലെങ്കിൽ 150 കോടിയുടെ പോസ്റ്റർ ഇറക്കുള്ളൂ എന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 75 കോടിയുടെ ഇറക്കാത്തത് കൊണ്ട്. എന്താണെങ്കിൽ അതിഗംഭീരമായിട്ട് തന്നെ ഉള്ള ഒരു കുതിപ്പാണ് സിനിമയ്ക്ക്. തമിഴും തെലുങ്കും ഹിന്ദിയിലുമൊക്കെ സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഒരു വീക്കെൻഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കാത്തിരിക്കാം എത്രത്തോളം ഗംഭീരമായിട്ടായിരിക്കാം സിനിമ മുന്നോട്ട് പോകുന്നതെന്ന്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേ മീഡിയാസ്.